തൃശ്ശൂരിൽ നിന്നുള്ളൊരു വിവരത്തിലേക്കാണ് ആദ്യം. ആധാറിനായി താൻ ഡിസൈൻ ചെയ്ത ലോഗോ തെരഞ്ഞെടുത്തതിന്റെ സന്തോഷത്തിലാണ് ചാലക്കുടി സ്വദേശിയായ അരുൺ ഗോകുൽ. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയിയായി തിരഞ്ഞെടുത്തത്. MS ലിഷോയാണ് നമ്മളൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. ലിഷോയ്, ആധാർ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക ചിഹ്നമാണ്, അത് പുറത്തിറക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ ഒരു മലയാളിയാണ് എന്നുള്ളത് അഭിമാനിക്കാം. ഗോകുൽ ഇപ്പോൾ കൂടെയുണ്ടോ? എന്താണ് പറയുന്നത്? ആ സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു? തീർച്ചയായും ചാലക്കുടിയിലെ ഈ വീട്ടിൽ വലിയ സന്തോഷമാണ്. കാരണം ഇന്ത്യ മുഴുവൻ ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരുടെയും ആധാർ കാർഡിൽ ഈ ഗൂഗിൾ ഡിസൈൻ ചെയ്ത ആ ഒരു ലോഗോ ആയിരിക്കും ഇനി ഉണ്ടാവുക. സ്വന്തമായി തൻ്റെ ഒരു ആധാർ കാർഡിൽ താൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ലോഗോ, അതാണ് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. അരുൺ ഗോകുൽ, അതെ, എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസൈൻ വലിയ തോതിൽ ചർച്ചയായി, അതുപോലെ തന്നെ വലിയ ഒരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ യാദൃശികമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തത്. കാരണം ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞത്. അത് October 31 ഇത് അറിഞ്ഞത്. അത് എൻ്റെ ഒരു തൃശ്ശൂരുള്ള ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൻ ഡിസൈൻ ചെയ്തൊരു ഇമേജ് റീസൈസ് ചെയ്യാൻ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീയും പങ്കെടുക്കുക, ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. പിന്നെ അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു, പക്ഷെ അത് പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ നോക്കുമ്പോൾ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ അവൻ ചെയ്ത് വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് കുറച്ച് ഒരു ഇമേജ് ആയിരുന്നു. അതിനുള്ളൊരു ടൈം എനിക്കില്ല അവിടെ. പിന്നെ അതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് പറഞ്ഞു. വളരെ സിമ്പിളായിരിക്കണം, പിന്നെ ഒരു സ്മൈലിംഗ് ഫേസ് വേണം, പിന്നെ അത് ചെറിയ കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായവർ വരെ അത് സ്ട്രൈക്ക് ചെയ്യണം അവരുടെ മൈൻഡ്സിലത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് മൈൻഡിൽ വെച്ചിട്ടാണ് ഇത് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്തൊരു ഇമേജ് ആയിരുന്നു. അപ്പോൾ എന്തായാലും വലിയൊരു അംഗീകാരം. അതായത് ഇപ്പോൾ സ്വന്തം ആധാർ കാർഡിൽ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ലോഗോയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ട്? സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഫ്രണ്ട്സും ഫാമിലിയും ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറയും. ശരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് പുറത്തേക്ക് കടന്നിട്ടില്ല എന്നുണ്ടല്ലോ, ഇപ്പോഴും അതിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലേ? സത്യമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഒരു ഗിഫ്റ്റ്, അതൊരു ഫസ്റ്റ് പ്രൈസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവരവിടെ നിന്ന് വിളിച്ചു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴും അവസാനത്തെ ഒരു 5 പേർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതായിരിക്കും എന്നാണ് എൻ്റെ മൈൻഡിൽ ആ ഒരു മൊമെൻ്റ് വരെയും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ലോഗോ ഒരു അൺവീൽ ചെയ്തപ്പോൾ എൻ്റെ ഡിസൈനിൻ്റെ സാമ്യം പോലെ തോന്നി. അപ്പോൾ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്തില്ല. പിന്നെ ഒരു ഡിസൈനർ ആണോ? അല്ല, ഡിസൈനർ ഒട്ടുമല്ല. അല്ല, എന്താ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ ലോഗോ ഡിസൈനിങ് ഒക്കെ എത്തിയത്? ശരിക്കും പറഞ്ഞാൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചേക്കണേ. പിന്നെ ഒരു 8th സ്റ്റാൻഡേർഡ് വരെ ഒരു ഡ്രോയിങ് ക്ലാസ്സിന് പോയിരുന്നു. അത് കാർമൽ ഹയർ സെക്കൻഡറി പഠിച്ചപ്പോൾ എന്തായാലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. അത് വിട്ടിട്ട് വേറെ ഒന്നിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു ഇത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്. അതൊരു ലാസ്റ്റ് മൊമെന്റിലായതുകൊണ്ട് ഒരു സിമ്പിൾ ഡിസൈൻ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അങ്ങോട്ടേക്ക് പോകേണ്ടി വരും? എന്തെങ്കിലും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അത് നേരിട്ട് അവിടേക്ക് എത്തിയാണോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവരാദ്യം അവിടെ ട്രിവാൻഡ്രത്ത് പറഞ്ഞിരുന്നു, പിന്നെ പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ലിങ്ക് അയച്ചുതരാ ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ അവർ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട്. ഇനിയിപ്പോൾ എല്ലായിടത്തും ഈ ആധാറിൽ, നമ്മുടെ ആധാർ കാർഡിൽ ഈ ഒരു ലോഗോ ആയിരിക്കും പലയിടങ്ങളിലും പ്രദർശിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അപ്പോൾ ബുദ്ധിമുട്ട് അതെ, ഗോകുലിന്റെ മാത്രമല്ല, അരുൺ ഗോകുലിന്റെ മാത്രമല്ല, അമ്മയുടെ ഒരു കഴിവ് കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം അമ്മ ശ്യാമള എന്നല്ലേ പേര്? അമ്മ വരച്ച പടങ്ങളാണ്, ഒരുപാട് പടങ്ങൾ ഇവിടെ അമ്മ വരച്ചതായിട്ടുള്ളതുണ്ട്. അതായത് അമ്മയ്ക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഈ ചിത്രം വരെയൊന്നുമുള്ള എല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അതെ, യൂട്യൂബ് നോക്കി എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് വരച്ച് പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ വാല്യൂ ചെയ്യണ ഇവനാണ്. അവൾക്ക് ഞാൻ അയക്കുന്നതിന് മുമ്പ് ഫൈനൽ ഇവൻ്റെ ഒരു ലുക്ക് ഉണ്ട് അതിൽ. അപ്പം രണ്ടുപേരും അങ്ങനെ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടുള്ളതല്ല. അപ്പം ഈ നമ്മുടെ ചാലക്കുടിക്കാരനായ അരുൺ ഗോകുൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. യാദൃശ്ചികമായാണ് ഈ ഒരു മത്സരത്തിലേക്ക് എത്തിയത്. അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ലോഗോയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനി നമ്മുടെ എല്ലാ ആധാർ കാർഡുകളിൽ അരുൺ ഗോകുൽ വരച്ച ആ ലോഗോ ആയിരിക്കും ഇനിയിപ്പോൾ പുതുക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവുക. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ചാലക്കുടിയിലെ ഒരു വീട്.